പൗർണമി ഭയങ്കര സന്തോഷമുള്ള ഭയങ്കര അഭിമാനം തോന്നിയൊരു വാർത്ത. അത് എനിക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൂ, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൂ അല്ലേ. അതായത് കുറച്ച് നാളായിട്ട് ഞാൻ 2 പണി കൊടുക്കണം, അല്ലെങ്കിൽ 2 വ്ളോഗെങ്കിലും മിനിമം ഏതെങ്കിലും ചാനൽ വന്നിട്ട് വർത്താനം ഇവരെ കുറിച്ച് പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന. അതായത് ശുചിമുറി. അപ്പോൾ പറഞ്ഞു വിചാരിക്കും എവിടുത്തെ ശുചിമുറി ആയിരുന്നു? പെട്രോൾ പമ്പിലെ ശുചിമുറി. നമ്മുടെ സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലോ. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് പൂരപ്പറമ്പിലോ ഈ പറയപ്പെടുന്ന പോലെ പബ്ലിക് ആയിട്ടുള്ള ഹൈവേയുടെ സൈഡിലോ മറ്റേ മതിലിൻ്റെ മറവിലോ പോയി നമുക്ക് മൂത്രമൊഴിക്കാൻ പറ്റുമോ? പൗർണമി ഇല്ല. അപ്പോൾ അതിന് വെച്ചിരിക്കുന്ന സാധനമല്ലേ പെട്രോൾ പമ്പ്. അതിൻ്റെ ശുചിമുറി തുറന്നു കൊടുക്കത്തില്ല എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? എന്തായാലും അവർ അടിപൊളി 8ന്റെ പണി ആ ടീച്ചർ കൊടുത്ത കേട്ടോ. അതെ, തീർച്ചയായിട്ടും വായിച്ചായിരുന്നു. പിന്നെ വായിച്ചായിരുന്നു, അത് കണ്ടിരുന്നു. ശരിക്കും മലപ്പുറത്തല്ലേ? കോഴിക്കോട്. കോഴിക്കോട് പയ്യോളിയില്, അതായത് ജയകുമാരി അല്ലേ, ജയകുമാരി ടീച്ചറിന് ഇതുപോലൊരു അനുഭവം ഉണ്ടായി. പെട്രോൾ പമ്പിൽ ചെന്നു, അവർ തുറന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആദ്യം തന്നെ ഒരു മടിയും കൂടാതെ അവരോട് മാന്യമായിട്ട് സംസാരിച്ചു. പക്ഷേ ഭയങ്കര കയർത്തുള്ള, അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറയുന്നത് പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ളൊരു മറുപടിയാണ് പെട്രോൾ പമ്പ് ജീവനക്കാരുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. ആ ഒരു ഉടമയായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ആളിൽ നിന്നുണ്ടായത്. അപ്പോൾ തന്നെ അവർ ഒരു മടിയും കൂടാതെ പോലീസിനെ വിളിച്ചു. പോലീസ് അപ്പോൾ തന്നെ പറന്നു വന്നു, കതക് ചവിട്ടി തുറന്നു. പക്ഷെ അത് ആ ഒരു കാര്യം ഞെട്ടിക്കുന്നതാണ്. വേറൊന്നുമല്ല, ഉപയോഗിക്കാവുന്ന രീതിയിൽ നല്ല വൃത്തിയായി തന്നെ കിടക്കുന്ന ഒരു ടോയ്ലറ്റ് ആയിരുന്നു അത്. എന്നിട്ട് പോലും അത് തുറന്നു കൊടുക്കാൻ എന്തിനാണ് അവർ വിസമ്മതം കാണിച്ചതെന്ന് മനസ്സിലായില്ല. കാരണം നമ്മളൊക്കെ ദൂരയാത്രകൾ ചെയ്യുന്ന ആളുകളാണ്, എല്ലാ സ്ത്രീകളും തന്നെ, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ദൂരയാത്രകൾ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ദൂരയാത്രകൾ ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് ഈ ഒരു ബാത്റൂമിൽ പോകാൻ, അല്ലെങ്കിൽ ടോയ്ലറ്റ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഒന്ന് ശുചിമുറിയിൽ പോകണം എന്നുള്ളത്. പക്ഷേ അപ്പോഴൊക്കെ എവിടെയെങ്കിലും പെട്രോൾ പമ്പ് വരട്ടെ എന്ന് പറഞ്ഞാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പല പെട്രോൾ പമ്പുകളിലും നമ്മൾ ചെല്ലുമ്പോൾ പൂട്ടിക്കിടക്കുന്നത് കാണാറുണ്ടെങ്കിൽ പോലും അവർ താക്കോല് ചോദിക്കുമ്പോൾ എൻ്റെയൊക്കെ അനുഭവത്തിൽ ഒരുപാട് പേര് അങ്ങനെ അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇവർ എപ്പോഴും ഇങ്ങനെ പൂട്ടിയിടുന്നത്, അത് തുറന്നു കൊടുത്താൽ എന്താ? അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നത് ചിലർ കള്ളന്മാർ, അല്ലെങ്കിൽ ആരെങ്കിലും സാമൂഹ്യ വിരുദ്ധർ വന്നിട്ട് ഒന്നെങ്കിൽ ബൾബ് ഊരിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ ആകെ വൃത്തികേടാക്കിയിടും. പല അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പൂട്ടിയിടുന്നത്. ഓക്കെ, അവർ പൂട്ടിയിട്ടോട്ടെ, അവരത് വൃത്തിയായി തന്നെ കീപ്പ് ചെയ്തോട്ടെ, നമുക്ക് അതിനൊന്നും പരാതിയില്ല. നമ്മൾ ഒന്ന് ചോദിക്കുമ്പോൾ താക്കോല് തരുന്നുണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കാനും അനുവദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ആ ടീച്ചർ അവിടെ ഫേസ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് ആർക്കാണെങ്കിലും, ഏതൊരു സ്ത്രീക്കും അത് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പോലീസിന്റെ തന്നെ സഹായത്തോടെയാണ് ശരിക അവര് കേസുമായി മുന്നോട്ട് പോയത്. എന്തായാലും ആ വിധി ഏറെ സന്തോഷപ്പെടുത്തി അല്ലേ? അതെ, കാരണം ഇനിയുള്ള മറ്റ് സ്ത്രീകൾക്ക് ഇതൊരു പ്രചോദനമാകും. കാരണം 1,65,000 രൂപയാണ് പിഴ കൊടുക്കേണ്ടത് അവർക്ക്. കാരണം അത്രയും മൂല്യം കോടതി അവരുടെ ആ ഒരു ഇതിന് കൊടുക്കുന്നുണ്ടല്ലോ, സ്ത്രീകളുടെ ആ ഒരു കേസിന് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ദൂരയാത്രകളൊക്കെ പോകും, ട്രെയിനിലോ ബസ്സിലോ ഒക്കെ പോകുകയാണെന്നെങ്കിൽ, കാറിലാണ് പോകുന്നെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടോയ്ലറ്റിൽ പോകാനായിട്ടൊക്കെ പോകാൻ തോന്നുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പെട്രോൾ പമ്പിൽ കൊണ്ട് ചവിട്ടും. ഞാനൊന്ന് പറയട്ടെ, കേരളം ഒട്ടാകെ യാത്ര ചെയ്തിട്ടുണ്ട്, മിക്കയിടത്തും യാത്ര ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ പറയുവാണ്, സിറ്റി എന്നില്ല, ഗ്രാമമെന്നില്ല, വില്ലേജ് എന്നില്ല, പഞ്ചായത്ത് എന്നില്ല, ഒന്നുമില്ല. ഏത് പെട്രോൾ പമ്പിൽ ചെന്നാലും അതിൽ 90% പമ്പുകളിലും വെറും കൂതറ, അങ്ങനെ തന്നെ പറയണേ, വെറും കൂതറ ശുചിമുറിയാണുള്ളത്. ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ കുറച്ച് പമ്പുകളിൽ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും വളരെ വൃത്തികെട്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പമ്പുകളാണുള്ളത്. അതും നമുക്ക് ഉറപ്പില്ല, ചിലവർ പൂട്ടിയിട്ടിരിക്കും. ഈ പറയുന്ന കേസുണ്ട്, ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നില്ല, നമ്മൾ അവിടെ പെട്രോൾ അടിക്കാതെ ശുചിമുറിയിലേക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് മാത്രമാണ് ചെല്ലുന്നത്. അവർക്ക് പുച്ഛമാണ്, വളരെ പുച്ഛമാണ്. കാരണം അവിടെ ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, പൂട്ടിയിട്ടിരിക്കുക, ആളില്ല, അങ്ങനെ കുറേ ന്യായങ്ങൾ. കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഒരു സ്വന്തം അനുഭവം, ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു ഷൂട്ടിന് പോയി. ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് പറയണമെന്ന്, ഞാൻ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. ഞാൻ അവിടെ ഷൂട്ട് ആ പെട്രോൾ പമ്പിൻ്റെ പരിസരത്താണ് ഷൂട്ട് നടന്നിരുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ട് ഈ 1 പോകണമെന്ന് തോന്നി. ഞാൻ നമ്മുടെ ക്യാമറാമാനോടും നമ്മുടെ കൂട്ടത്തിൽ വന്ന ആളോടും പറഞ്ഞു എനിക്കൊന്ന് ശുചിമുറി പോകണം. അപ്പോൾ എന്നോട് പറഞ്ഞു, ശരിക്കും പെട്രോൾ പമ്പ് അല്ലേ, അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു, അവിടെ എന്തായാലും കാണും. കാരണം വേറെ അടുത്ത് കടയൊന്നുമില്ല, പെട്രോൾ പമ്പിൻ്റെ ഒരു ബാക്കിലുള്ള ഗ്രൗണ്ടിലാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നു. ഞാൻ അവിടെ തിരക്കുമ്പോൾ അവർ പറഞ്ഞു, അവിടെ ഉണ്ടല്ലോ ശുചിമുറി, ആ ബാക്കിലുണ്ട്, നിങ്ങൾ നിൽക്കുന്നതിൻ്റെ ബാക്കിലുണ്ടെന്ന് പറയുന്നു. ഞാൻ അവിടെ പോകുന്നു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം, ആണുങ്ങളുടെ 2 വീലറും കാര്യങ്ങളൊക്കെ പാർക്കിംഗ് ഉണ്ട്. അതിൻ്റെ പുറകിലായിട്ട് 2 റൂംസ്, ഒരു റൂം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു റൂം ടോയ്ലറ്റ് എന്ന് എഴുതി 2 റൂമുകളിൽ ഒരെണ്ണം. ഇവരെന്തിനാണ് പൂട്ടിയിടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരു റൂം, അത് മിക്ക പെട്രോൾ പമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ടോ, ഒരു റൂം 2 ടോയ്ലറ്റ് അവിടെ കാണും. പക്ഷേ ഉള്ള പെട്രോൾ പമ്പിലുള്ള ടോയ്ലറ്റുകളിൽ 2 ഒരെണ്ണം പൂട്ടിയിട്ടിരിക്കുകയായിരിക്കും എപ്പോഴും. അപ്പം ഞാൻ ഈ പൂട്ടാത്തതിൽ തുറന്നു. നല്ല ഇരുട്ട്, നല്ല മഴക്കാറുള്ള സമയം, ഒരു 3-3:30 സമയമായിട്ടുണ്ട്. നല്ല മഴക്കാറുണ്ട്, മഴയും പൊടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈറ്റ് 3-4-5 സ്വിച്ചുകൾ വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഞാൻ നോക്കുമ്പോൾ ബൾബിൻ്റെ ഹോൾഡർ ഉണ്ട് അതിനകത്ത്, പുറകിൽ ഹോൾഡർ, ബൾബില്ല, അകത്തും ഹോൾഡർ ഉണ്ട്, ബൾബില്ല. ലൈറ്റ് ഇടുന്നു, കത്തുന്നില്ല. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുന്നത് കേട്ടോ സംഭവം എന്താ. അപ്പോൾ എന്തുവാ, കുറ്റാക്കൂരിട്ടാണ് അകത്ത്.
വാട്ടർ ക്ലോസറ്റ് ആണ്, മറ്റേ യൂറോപ്യൻ ക്ലോസറ്റും അല്ല. വെള്ളം ഞാൻ തുറന്നു നോക്കി, കാരണം മിക്ക ടോയ്ലറ്റുകളിലും വെള്ളം കാണത്തില്ല മിക്കടുത്ത് നമ്മൾ ചെന്ന് നോക്കി കഴിയുമ്പോൾ. സോ അങ്ങനെ ഞാൻ കയറുന്നു. ഞാൻ ആരോട് പറയാം, നമ്മൾ വളരെ മുട്ടിരിക്കുന്നു, പോകാതെ വളരെ അത്യാവശ്യമായിട്ട് നിൽക്കുന്ന ഒരു സമയം ഞാൻ എൻ്റെ ഫോൺ ഈ കഴുത്തിലിങ്ങനെ ചേർത്ത് വെച്ച് പിടിച്ചിട്ടാണ് ടോയ്ലറ്റിൽ ഞാൻ പോയത്. കാരണം വാതിലടയ്ക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. വാതിൽ തുറന്നിട്ടാൽ വെട്ടം കിട്ടും, പക്ഷേ വാതിലിൻ്റെ അപ്പുറത്ത് മാറി ക്യാമറാമാനും നമ്മുടെ ഷൂട്ടിംഗ് ക്രൂവും നിൽക്കുവാണ്. ഇപ്പുറത്ത് പെട്രോൾ പമ്പിലെ ജീവനക്കാർ, അത് കൂടുതലും ആണുങ്ങളാണ്. നമ്മൾ എങ്ങനെയാണ് തുറന്നിട്ട് മൂത്രമൊഴിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ നോക്കാത്ത ആണുങ്ങളുടെ ഏതെങ്കിലും രാജ്യത്ത് ചെല്ലേണ്ടി വരും തുറന്നിട്ട് മൂത്രമൊഴിക്കാനായിട്ട്. ഇതിനകത്ത് കയറണമെങ്കിൽ ഫുൾ ഇത് വാതിലടച്ച് കഴിഞ്ഞാൽ ഫുൾ ഇരുട്ടാണ്. നമ്മൾ കഴുകുകയോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വൃത്തിയായിട്ട് എവിടെ ഇരുന്ന് മൂത്രം നമ്മൾ എങ്ങനെ കാണും? ഞാൻ ഈ ടോർച്ചിന്റെ ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഈ കഷത്തിലോ ഈ പറയുന്ന പോലെ എൻ്റെ ഈ കഴുത്തിനിടെ ഷോൾഡറിലും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ അന്ന് ടോയ്ലറ്റിൽ പോയി. സത്യം ഇറങ്ങി വന്നപ്പോൾ ഞാൻ ആദ്യം ഒന്നും പറഞ്ഞു, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ജീവനക്കാരൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് ഞാൻ വ്ളോഗ് ചെയ്യുവേ. അയ്യോ ചേച്ചി വ്ളോഗൊന്നും ചെയ്യരുത്, വേറൊന്നും കൊണ്ടല്ല, അത് രാത്രിയിൽ കള്ളന്മാർ ഊരിക്കൊണ്ടു. പെട്രോൾ പമ്പിന്റെ അത്രയ്ക്ക് അതപ്പതിച്ച നാടാണ് നമ്മൾ. എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ട്രീറ്റിലൊക്കെ പണ്ടേ കള്ളന്മാർ ഊരിക്കൊണ്ട് പോകണമല്ലോ. അങ്ങനെ വെറുതെ അങ്ങ് കള്ളന്മാരുടെ പേരിലൊക്കെ തലയിൽ അങ്ങ് കെട്ടിവെക്കാൻ പറ്റുമോ? പണ്ട് ശരിയാണ്, കുറെ കാലം മുമ്പ് ശരിയാണ്, സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും കത്തത്തില്ല. പുതിയ LED ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ബൾബ് കാണത്തില്ല. ഇന്നിപ്പോൾ വഴിനീളം നടന്ന KSEB ഒക്കെ 10-20 രൂപയ്ക്കൊക്കെ LED ബൾബ് ഫ്രീ ആയിട്ട് അങ്ങ് കൊടുക്കുക. ആ നാട്ടിൽ ഇഷ്ടംപോലെ LED ബൾബ് കിട്ടുന്ന നാട്ടിൽ കള്ളന്മാർക്ക് എന്തിനാണ് ഈ ഇരുട്ടത്ത് നടക്കാൻ ആഗ്രഹിക്കുന്നത്? കള്ളന്മാർക്ക് എന്തിനാണ് LED ബൾബ്? സോ അതുകൂടാതെ അവർ പറഞ്ഞ പെട്രോൾ പമ്പിന്റെ പുറയിലാണ് ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അത് എനിക്ക് അത്ര വിശ്വസനീയമായിട്ട് തോന്നിയില്ല. അവൻ പറഞ്ഞ സ്റ്റോറി അത് ഊരിക്കൊണ്ട് പോയത് അവർ ഇട്ടിട്ടില്ല കുറച്ച് നാളായിട്ട്. ബാക്കി എല്ലായിടത്തും ലൈറ്റ് കിടപ്പുണ്ട്. ബാക്കി എല്ലാം, അതായത് ഈ പെട്രോൾ പമ്പിന്റെ ഫ്രണ്ടിൽ ടോയ്ലറ്റിന്റെ ഫ്രണ്ടിൽ ഒഴിച്ചിട്ട് ഈ ബൈക്ക് വെച്ചിരിക്കുന്ന ആ ഹാൾ പോലെ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ലൈറ്റ് കത്തി. അതായത് ഇവിടെ വലിയ പ്രാധാന്യം നൽകുന്നില്ല. ടോയ്ലറ്റിൽ പോവോ യൂസ് ചെയ്യോ യൂസ് ചെയ്യാതിരിക്കോ അത് അവരെ ബാധിക്കുന്ന കാര്യമില്ല. കാരണം ജീവനക്കാർക്ക് എന്താണെങ്കിലും വേറെ ടോയ്ലറ്റ് ഉണ്ടാവുമല്ലോ. ഇത് അല്ലാതെ നല്ല പാഠമാണ്. കാരണം അയാളുടെ കൈ ഇച്ചിരി പൊള്ളും. 1.25 ലക്ഷം രൂപ ആ ടീച്ചറിന് എണ്ണി കൊടുക്കണം. അപ്പോൾ പമ്പ് നമുക്ക് ഇച്ചിരി അങ്ങ് കൈപൊള്ളും. അതിന്റെ പാതി പോയിട്ട് ഒരു 1/4 പൈസ മതിയല്ലോ നല്ലൊരു ബൾബും നല്ലൊരു വൃത്തിയുള്ള ശൗചാലയവും വെക്കാനായിട്ട്. എന്തുകൊണ്ടാണ് ഇത്രയും കാശുമായിരുന്ന പെട്രോൾ പമ്പ് ഉടമകൾ എന്ന് പറഞ്ഞാൽ എന്തായാലും മറ്റേ കർഷകരല്ല, ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് വണ്ടികൾ, കോടിക്കണക്കിന് രൂപ പെർ ഡേ പ്രതിദിന വരുമാനമുള്ള ഒരു സ്ഥാപനമാണ് ഈ പെട്രോൾ പമ്പുകൾ. അത് ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ ഉള്ളതാണ്. അവിടെ ഹൈഫൈ സംവിധാനങ്ങളുള്ള ശൗചാലയങ്ങൾ അല്ലെങ്കിൽ ശുചിമുറികൾ വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, അല്ലേ പൗർണമി? പിന്നെ തീർച്ചയായിട്ടും ഈ ശുചിമുറികൾ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ആവശ്യമുള്ളതാണ്. ഇപ്പം നമ്മൾ പണ്ടത്തെ പോലെ അല്ലെങ്കിൽ പാടത്തോ പറമ്പിലോ ആ ഒരു സാഹചര്യവും കാര്യങ്ങളും ഒന്നുമല്ല. ഇന്ന് പണ്ടത്തെ പോലെ വാഹനങ്ങൾക്ക് വലിയ കുറവൊന്നുമില്ല. ഓരോ ദിവസവും വാഹനങ്ങൾ കൂടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഈ ഒരു രീതിയിൽ ഇപ്പം നമ്മളായിട്ട് കൊണ്ടുവന്ന് വെച്ച നിയമമോ അല്ലെങ്കിൽ നമ്മളായിട്ട് പറഞ്ഞു വെച്ച കാര്യമല്ല പെട്രോൾ പമ്പിൽ ആവശ്യക്കാർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാം എന്നുള്ളത് പൊതുവെ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ അടക്കം അംഗീകരിച്ച ഒരു കാര്യമാണ്. കാരണം എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് ടോയ്ലറ്റ് വെക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഈ പെട്രോൾ പമ്പുകളാവുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ഗ്രാമങ്ങളിലും അത്യാവശ്യം ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലെങ്കിലും ഒരു പെട്രോൾ പമ്പ് കാണാത്ത ഒരു സാഹചര്യമല്ല. ഉറപ്പായിട്ടും കാണും, ചിലപ്പോൾ അടുപ്പിച്ച് കാണും. പക്ഷെ നിലവിൽ വാഹനങ്ങൾ എത്രയൊക്കെ കൂടുന്നു അത്രയും അധികം പെട്രോൾ പമ്പുകളും നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദൂരയാത്ര ചെയ്യുമ്പോൾ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് ആളുകളുണ്ട് സ്വന്തം വീട്ടിൽ മാത്രം ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ അത്രയും നീറ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം പോകുന്നവർ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോവുക എന്നത്. പിന്നെ അത് മാത്രമല്ല ഒരുപാട് രോഗങ്ങളും വിളിച്ചു വരുത്തും നമ്മളിത് ഒരു പരിധിയിലധികം കൺട്രോൾ ചെയ്ത് നിന്നാലും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകൾ നമ്മൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിന് ഏറ്റവും ഈസി ആയിട്ട് എവിടെ പോയാലും പറ്റുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് പെട്രോൾ പമ്പുകൾ തന്നെയാണ്. കാരണം അത് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഒരു 10 കിലോമീറ്ററിൽ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനൊരു തോന്നൽ അല്ലെങ്കിൽ ഒന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന അടുത്ത പെട്രോൾ പമ്പ് വരട്ടെ, അതിന് അവിടെ കയറി പെട്രോളോ ഡീസലോ അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ആരും പറയില്ല അവിടെ നിന്ന് ഡീസൽ അടിച്ചാലോ അല്ലെങ്കിൽ പെട്രോൾ അടിച്ചാൽ മാത്രമേ ഇവിടുത്തെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ ഒരുപാട് നല്ലവരായ ആളുകളും നല്ലവരായ മനുഷ്യരും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളുകളും ഒക്കെ ഉണ്ട്. പക്ഷേ എന്തിനാണ് ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡായ അല്ലെങ്കിൽ ഒരു ബേസിക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നല്ലേ, നമ്മൾ പോലും കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ടോയ്ലറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശുചിമുറി എന്ന് പറയുന്നത്. അവിടെ പോലും ഈ ഒരു കർക്കശ സ്വഭാവം കാണിച്ചിട്ട് എന്ത് നേടാനാണ് അവർക്ക്, അല്ലേ ശരിക? അത് മാത്രമല്ല, പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ കാര്യം എടുത്തിട്ട് ഇത് പറയുമ്പോൾ നമ്മൾ ഫെമിനിസ്റ്റ് ആണെന്നൊന്നും നിങ്ങൾ പറയരുത്, പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫെമിനിസ്റ്റ് എന്ന് പറയേണ്ട കാര്യമില്ല. ഇവിടെ സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, അല്ലേ പൗർണമി? നമുക്ക് എവിടെയാണ് ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ഇപ്പോൾ എനിക്കോ പൗർണമിക്കോ ഒരിടത്ത് ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോകാൻ കിട്ടുന്നു, എല്ലായിടത്തും വിജനമായ ഒരു പറമ്പാണെന്ന് വിചാരിക്കുക. പക്ഷേ ആണുങ്ങളെല്ലാവരും ഏതെങ്കിലും തെങ്ങിൻ്റെ മറയത്തോ പ്ലാവിൻ്റെ മറയത്തോ മതിലിൻ്റെ മറയത്തോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് തന്നെ അവർ തിരിഞ്ഞ് അങ്ങ് മൂത്രം ഒഴിക്കും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ മൂത്രം ഒഴിക്കാൻ പറ്റുമോ?
അങ്ങനെ മൂത്രമൊഴിക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? അങ്ങനെ സമ്മതിക്കുന്ന ഒരു കാലത്ത് ഈ പറയുന്ന പോലെ പബ്ലിക് ടോയ്ലറ്റിന്റെ ആവശ്യമില്ല. മറിച്ച് ആകെ പബ്ലിക് ടോയ്ലറ്റ് എന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ മുട്ടിന് ടോയ്ലറ്റ് ഒന്നുമില്ല. ആകെ ഉള്ളത് ഈ പെട്രോൾ പമ്പുകൾ മാത്രമാണ്. കുറെ കേരളം അങ്ങോട്ട് വിട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഔട്ട്സ്കേർട്സ്, ടൗണിന്റെ ഔട്ട്സ്കേർട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതലും പെട്രോൾ പമ്പുകളാണ് ഹൈവേ സൈഡുകളിൽ. ആ ഹൈവേ സൈഡുകളിൽ നമുക്ക് സമാധാനത്തോടു കൂടി കയറാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്ന പെട്രോൾ പമ്പിലെ ശുചിമുറികളാണ്. അതിലൊന്ന് അവരുടെ ജീവനക്കാർക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ഊഹം ഈ പൂട്ടിയിട്ടിരിക്കുന്നത്. ശരി, ആയിക്കോട്ടെ. നോർമലി എല്ലായിടത്തും ജെന്റ്സിനും ലേഡീസിനും 2 എണ്ണം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോൾ പെട്രോൾ പമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം, അതുകൂടാതെ ഞാൻ വയനാട്ടിലൊരു ടൂറിന് വന്നപ്പോഴും ഞാൻ ഇതുപോലെ എറണാകുളത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ കയറി. എന്തൊരു വൃത്തികെട്ട ശുചിമുറി, നാറ്റം കൊണ്ട് നിൽക്കാൻ മേല. ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് ഈ ടീച്ചറിന് തോന്നിയ ആ ഒരു തോന്നലുണ്ടല്ലോ, അല്ലെങ്കിൽ കോടതിക്ക് അവർക്ക് കൊടുക്കാൻ തോന്നിയ നഷ്ടപരിഹാരത്തിന് തുകയുടെ ബാഹുല്യം കൊണ്ടൊന്നും പറയല്ല, ഒരു പരിഗണന, ഒരു കൈൻഡ്നസ്, ഒരു ദയ. സ്ത്രീകളാണ്, ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുന്ന പ്രായമുള്ളവരുണ്ട്, തീർത്ഥാടനം കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് ഏത് ദിശയിലേക്കും പോയിട്ട് വരുന്നവരൊക്കെ ആശ്രയിക്കുന്ന ഒരു സ്ഥലം. എപ്പോഴും നമുക്ക് ഹോട്ടലിൽ കയറി മൂത്രമൊഴിക്കാൻ പറ്റില്ല. നമ്മൾ കഴിക്കാൻ എന്തെങ്കിലും കയറിയാൽ മാത്രമേ നമുക്ക് ഹോട്ടലിൽ കയറി മൂത്രമൊഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ കൊണ്ടുവരിക, ഈ പറയപ്പെടുന്ന ശൗചാലയങ്ങൾ പണിയുക, ഓരോ മുക്കിനും മൂലയിലും. അല്ലെങ്കിൽ ഈ പെട്രോൾ പമ്പുകൾ ഇല്ലെങ്കിലും നമുക്ക് സമാധാനമാണ്. കോയിനൊക്കെ ഇട്ട് നമുക്ക് ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോലെ കോയിനോ 10 രൂപയ്ക്ക് ഇട്ട് നമ്മൾ കയറാൻ തയ്യാറാണ്. പക്ഷേ ഈ പെട്രോൾ പമ്പുകളിൽ ഫ്രീ ആയിട്ട് ശൗചാലയങ്ങൾ വെക്കുകയും ചെയ്യും, അതൊന്നും നമുക്ക് ഉപയോഗിക്കാനും തരികയില്ലെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യങ്ങളല്ല. അത് എന്തായാലും ഏതൊരു പെട്രോൾ പമ്പ് ഉടമയ്ക്കും അതൊരു പാഠമായിരിക്കണം. ഇനി മേലാൽ ഇങ്ങനെ ചെയ്യരുത്. ഈ ബാത്റൂമിൽ ചുമ്മാ മിക്കവർക്കും താല്പര്യക്കുറവാണ് ബാത്റൂമിൽ പോകാൻ. ആരും ബാത്റൂമിൽ കിടന്ന് ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവരല്ല. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ പോവില്ല. പക്ഷേ സഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് പ്രത്യേകിച്ചും സ്ത്രീകൾ കാരണം ഇവരുടെ ഈ ചുരിദാറും ഈ പാൻറ്റും എല്ലാം ഊരി പറിച്ച് ഈ പറയുന്ന പോലെ മറ്റ് ടോയ്ലറ്റിൽ പോയിരിക്കാൻ പൊതുവെ അറപ്പുള്ള ആൾക്കാരാണ് സ്ത്രീകളെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ വൃത്തിയുള്ള ടോയ്ലറ്റുകളാണ് എല്ലാവരുടെ ഒരു സ്വപ്നം. അത് കേരളത്തിൽ കിട്ടാക്കനെയാണ് വൃത്തിയുള്ള ടോയ്ലറ്റ്. പിന്നെ ആകെ പറയാതിരിക്കാൻ പറ്റത്തില്ല, വൃത്തിയുള്ള ടോയ്ലറ്റ് എൻ്റെ ജീവിതാനുഭവത്തിൽ 2 സ്ഥലങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. 1 മാളുകളിലും 2 നമ്മുടെ മെട്രോ സ്റ്റേഷനിലും. അത് നല്ല 24/7 വെട്ടിത്തിളങ്ങുന്ന, വെടിപ്പുള്ള, മണമില്ലാത്ത 2 സ്ഥാപനങ്ങളാണ് ടോയ്ലറ്റ് കേരളത്തിൽ. മറ്റുള്ളതെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. കേരളത്തിലുള്ള സ്ഥലം അത് 100% ഞാൻ ഗ്യാരണ്ടി പറയാം. ഞാൻ സ്ഥിരം പോകുന്നൊരിടമാണ്. അതുകൊണ്ട് തന്നെ മെട്രോ സ്റ്റേഷനിലേക്ക് ടോയ്ലറ്റ് നല്ല പളപള മിന്നും, നല്ല പളപള സുഗന്ധം, ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ എല്ലാ പമ്പുകളിലും അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ അങ്ങനെയുള്ള ശൗചാലയങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വേണ്ടി സർക്കാർ ഉണ്ടാക്കണമെന്ന് തന്നെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതൊരു പാഠമാവട്ടെ, ഇനി ഒരിക്കലും ഇങ്ങനൊരു ദുരനുഭവം ഒരു സ്ത്രീക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.